ഞങ്ങളെല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് ഇറ്റലിയിൽ. നമ്മൾ ഹോട്ടലിൽ നമ്മുടെ കൊമ്പന്നെ കിടക്കുന്നു. നമ്മുടെ ഒപ്പം ഉള്ള വണ്ടി രണ്ട് വണ്ടിയാണ് ഹോട്ടലിലുള്ള. സൈഡിൽ ഒരു ടർഫുണ്ട്, ഫുട്ബോൾ ടർഫ്. അങ്ങനെ ഞങ്ങൾ രാവിലെ എണീറ്റ് ഫ്രഷായി. ഇന്നലെ നൈറ്റ് ഭയങ്കര ക്ഷീണമായിരുന്നു. ഒത്തിരി വൈകി എങ്ങാണ്ട് 9 മണി 9 എങ്ങാണ്ടായി എത്തിയപ്പോൾ ഞങ്ങൾ 9 അല്ലേട്ടോ നമ്മൾ എത്തിയപ്പോൾ 9 ഞങ്ങൾ എത്തി കഴിഞ്ഞപ്പോൾ. അതുകൊണ്ട് പിന്നെ ഇന്നലത്തെ വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നേരെ റൂമിലേക്കാണ്. ഇവിടുന്ന് ഫുഡും കഴിച്ച് നേരെ റൂമിലേക്ക്. അപ്പോൾ പരമാവധി നമ്മൾ ഇന്ന് ഡേ റണ്ണിങ് ഉള്ളതുകൊണ്ട് പോണ വഴിയിലെ പരമാവധി കാഴ്ചകൾ നമ്മൾ കാണിക്കാൻ നോക്കും. അതല്ല റൂമിലെയും പരമാവധി കാഴ്ചകൾ കാണിക്കാൻ നോക്കും. അതേപോലെ രാവിലെ തന്നെ ദോശ ഇഡ്ഡലിയൊക്കെ പ്രതീക്ഷിച്ച് വന്നു ഞങ്ങളുടെ മുമ്പിലേക്ക് വന്ന ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ഇഡ്ഡലി ചേട്ടോ ഉച്ചവരെ പിടിച്ചിരിക്കണത് രാവിലെ തന്നെ അടിച്ച് കണ്ടോന്ന് പറഞ്ഞു വന്നയാ. എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. അമ്പോ കിട്ടുക സാറാട്ടോ. ബ്രെഡ് ഉണ്ട്, സലോമി ഉണ്ട്. അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമായിട്ടുണ്ട്. ഇനി ലഞ്ചിൽ വേണം നമുക്ക് പിടിക്കാനായിട്ട്. ഇന്നലെ പിന്നെ നമുക്ക് മിലാനോയില് ഇന്ത്യൻ റെസ്റ്റോറന്റ് കിട്ടിയായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ ബിരിയാണി സംഭവമൊക്കെ കഴിച്ചു. അവിടെ മലയാളികളും ഉണ്ടായിരുന്നു. റോമിലേക്കുള്ള വഴിയിൽ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഡീസൽ അടിക്കാനായിട്ട് കയറ്റിയതാണ്. ഗ്ലാസും കാര്യങ്ങളൊക്കെ നല്ല ഞാൻ നടന്നു. മൊത്തം ചെളിയൊക്കെ അടിച്ചേർന്ന് നാശമായി. പകുതി ദൂരം ഓടി. ഇനി പകുതി ദൂരമുണ്ട് റൂമിലേക്ക് കേട്ടോ. ഞങ്ങൾ നമ്മളവസാനം റോമിലെത്തി. റോമിൽ സിറ്റി കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബസ്സിന് ടൗണിൽ പെർമിറ്റ് ഉണ്ട്. അതിന് നമ്മൾ പൈസ അടയ്ക്കാൻ വേണ്ടി പെർമിറ്റ് ഓഫീസിൽ വന്നതായിരുന്നു. അപ്പോൾ 500 യൂറോ. പണ്ട് 300 യൂറോ ഉണ്ടായുള്ളൂ. ഇപ്പോൾ റേറ്റ് കൂട്ടി 200 യൂറോ കൂട്ടി 500 യൂറോയാണ് ഒരു ടൗണിൽ കയറി ഇറങ്ങാൻ. അങ്ങനെ റോമിലെത്തി. റോമിൻ്റെ തെരുവീതികളിലൂടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ മലയാളികളുണ്ട്. അടിപൊളി കാഴ്ചകൾ. പഴയ ബിൽഡിങ്ങുകളാണ് ഏറ്റവും രസം. അതുപോലെ ടണലുകൾ, റോഡിലെ കാഴ്ചകൾ എല്ലാം അടിപൊളിയാണ്. ഒന്നും പറയാനില്ല. കിട്ടും സംഭവം. പിന്നെ ഞങ്ങൾ നൈസായിട്ട് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ സമയം 3:30 ഉച്ചത്തെ ഫുഡ് കഴിച്ചില്ല. രാവിലെ ആകെ 2 ബ്രെഡ് മാത്രം കഴിച്ചതാണ്. പക്ഷെ അതൊന്നൊരു വിഷയമുള്ള കേസല്ല. കാരണം കാഴ്ചകൾ അതിമനോഹരം. വിശപ്പിനെ മറക്കും തരത്തിൽ മനോഹരമായ കാഴ്ചകളാണ്
ഇറ്റലിയുടെ കാഴ്ചകളപ്പോൾ കുറേ നിങ്ങൾ കണ്ടുവല്ലോ. ഓക്കെ, പിന്നെ നല്ലൊരു പിസ്സ സെൻറ്റർ നോക്കിയിട്ടുള്ള പോക്കാട്ടോ. ഇറ്റലിയിൽ വന്നിട്ട് ഇന്നലെ പിസ്സ കഴിച്ചു, റൂമിൽ വന്നിട്ടൊരു പിസ്സ കഴിച്ചിട്ടാണ് പരാതി വേണ്ട. ഒരു കടയിൽ ഇഷ്ടംപോലെ ആൾക്കാർ തിരക്കൂടി പുറത്തുനിന്ന് പിസ്സ കഴിക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ പോയി ഒരു പിസ്സ കഴിക്കാമെന്ന് വിചാരിച്ചു. Papa, México. Ti vogliamo bene. Papa. Grazie Francesco. Evviva! Evviva! Grazie Papa. നമ്മളിപ്പോൾ റോമിൽ വന്നു, വത്തിക്കാനിലാണ്. ഭയങ്കര ഒരു ഭാഗ്യം കിട്ടി. കാരണം മാർപ്പാപ്പേനെ നേരിട്ട് കാണാനൊരു അവസരം കിട്ടി. ആ അവസരം നമുക്ക് ഉണ്ടാക്കി തന്നത് നമ്മുടെ ഒരു സുഹൃത്തല്ല, നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഞങ്ങൾ കുറെ പള്ളിയിലും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്ന നമ്മുടെ അനിയനാണ് ആൽബിൻ. പിന്നെ ഓൾറെഡി ഇറ്റലിയിൽ വർക്ക് ചെയ്യണയാണ് ഷെഫായിട്ട്. അപ്പൊ ഇപ്പൊ എത്ര ഇവിടെ 7-8 ഓടിയിട്ട് പറഞ്ഞോളൂ, കിട്ടൂല. മറ്റേ ഇതിപ്പോ ആൽവിനാണ് കറക്റ്റ് സമയത്ത് നമ്മളൊരു സ്റ്റാറ്റസ് കണ്ടിട്ട്, ഇൻസ്റ്റയുടെ സ്റ്റാറ്റസ് കണ്ടിട്ട് ഒരിക്കലും മെസ്സേജ് അയക്കാത്ത മെസ്സേജ് അയച്ച് ചോദിച്ച് ഇവിടെ വന്ന് നമ്മൾ വത്തിക്കാനിൽ പോകാന്നും പറഞ്ഞ് ചുമ്മാ വന്നെയാണ്. കാണാൻ പറ്റുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷയല്ല, പക്ഷെ വെറുതെ വന്നെയാണ്. പക്ഷെ പാപ്പേനെ കണ്ടത് പാപ്പ പോയിട്ടില്ല. ഓൾറെഡി ഇപ്പൊ പാപ്പ ഇവിടെ പുറത്തുണ്ട്, വത്തിക്കാന്റെ പള്ളിയുടെ പുറത്തുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് ഗ്രാഹ്യമായിട്ടൊന്നും നമുക്ക് ഇതിനെ കുറിച്ച് പറയാറില്ല. ഇവനെ അത്ര അറിയുന്നല്ല, എന്നാൽ പോലും ഇവനോട് 5-6 വർഷം നിന്നോട് കുറച്ച് പരിചയം ഉള്ളതുകൊണ്ട് ഇവൻ തന്നെ കുറച്ച് കാര്യങ്ങൾ ഇവിടത്തെ കുറിച്ച് പറയും. ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മുടെ വത്തിക്കാനിൽ പാപ്പ ഇറങ്ങണ ഒരു കുർബാന, അതുപോലെ ഈ വത്തിക്കാൻ വേറൊരു രാജ്യമല്ല, ഇറ്റലി തന്നെയുള്ള വേറെ ഒരു 2 കൺട്രീസ് ഉണ്ട്. അതിലൊരു കൺട്രിയാണ് വത്തിക്കാൻ. പിന്നെ സാൻ മരീനോ. ഇവിടെ ശരിക്കും പബ്ലിക് ഓഡിയൻസിന് നമുക്ക് ബുധനാഴ്ച ദിവസങ്ങളിൽ രാവിലെ ഹോളിമാസ് കഴിഞ്ഞ് പോപ്പ് ഇതുപോലെ ഇടയ്ക്ക് ഇറങ്ങി വരും പുറത്തേക്ക്. ബുധനാഴ്ച അപ്പൊ നമുക്ക് പുറത്തുനിന്ന് തന്നെ ടൂറിസ്റ്റേഴ്സിനാണെന്നുണ്ടെങ്കിലും ഇട ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ, ഇട ദിവസങ്ങളിൽ വന്ന ബുധനാഴ്ച ദിവസമാണ് ഇവിടെ ശരിക്കും മെയിൻ ആയിട്ട് വത്തിക്കാനില് ഇവിടെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ കുർബാന. പിന്നെ നമ്മള് ഫസ്റ്റ് വന്ന സ്ഥലം, നമ്മളെ കണ്ട സ്ഥലം ഉണ്ടായില്ല, നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇങ്ങോട്ട് പോരാനായിട്ട്. അത് ഈ വത്തിക്കാന്റെ അണ്ടറിൽ തന്നെയുള്ള സംഭവമാണോ? ഇറ്റലിയുടെ ശരിക്കും ഈ ഒരു മതിലിന്റെ ഉള്ളിൽ മാത്രമാണ് വത്തിക്കാന്റെ തോന്നുന്നത്. അതായത് വത്തിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് കൺട്രി പോലെയാണ് ഇങ്ങനെ നിന്നിട്ട് ചെയ്യണ സംഭവം അല്ലെ. അപ്പൊ നമ്മള് മറ്റ് അവിടെ കണ്ട പുരാതനമായിട്ടുള്ള ബിൽഡിംഗും കാര്യങ്ങളും ആ സംഭവങ്ങളെല്ലാം ഇറ്റലി രാജ്യത്തിന്റെ റോമിന്റെ പണ്ടത്തെ ഭരണാധികാരികളുടെ സംഭവങ്ങളും അതിന്റെ സ്മാരകങ്ങളും ഒക്കെ അല്ലെ. പിന്നെ ഇവിടെ തന്നെ സ്പെഷ്യൽ ആയിട്ട് നമ്മളെ ഇറ്റാലിയൻ പിസ്സ അല്ലാതെ പാസ്തയും ഉണ്ട്. ഫുഡും കാര്യങ്ങളും മെയിൻ ആയിട്ട് പാസ്ത തന്നെയാണ് ഇവിടെ ഇറ്റാലിയൻസ് കൂടുതലും യൂസ് ചെയ്യുന്നത്. പാസ്ത തന്നെയാണ്. പിന്നെ ഇവരുടെ തന്നെ കുറെ സ്റ്റേക്കുകൾ, അതേപോലെ തന്നെ ചിക്കന്റെ ഐറ്റംസ് കാര്യങ്ങൾ. പിന്നെ ഇപ്പൊ അതിനോട് ചോദിക്കാനാണ്, നീ എത്ര വർഷം ഇവിടെ?
ഞാനിപ്പോ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. പക്ഷെ ഒരു 2015 തൊട്ട് ഞാൻ ഇവിടെ ഇടയ്ക്ക് വിസിറ്റ് ചെയ്ത പാരന്റ്സ് ഇവിടെയാണ്. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് വന്നു പോകുന്നു. 2015 മുതൽ. അപ്പൊ എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇറ്റലി എന്ന് പറയുമ്പോ നമ്മുടെ ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട്. കുറച്ചും കൂടി പീസാണ് ഇവിടെ താമസിക്കാൻ. പീസ്ഫുൾ ഒരു കൺട്രി ആണ്, കുഴപ്പമില്ല. പിന്നെ ലാംഗ്വേജിന്റെ ഒരു ബാരിയേഴ്സ് ഉണ്ട്. കാരണം ജർമ്മനി വെച്ച് നോക്കുമ്പോ അത്ര വലിയ ഇല്ല, നമുക്ക് കുറച്ചും കൂടി ഈസി ആണെന്ന് തോന്നുന്നു ലാംഗ്വേജ് പഠിച്ചെടുക്കാനും കാര്യങ്ങളൊക്കെ. എങ്ങനെയുണ്ട് ഇറ്റാലിയൻ പീപ്പിൾ കാര്യങ്ങൾ സപ്പോർട്ടിങ് കാര്യങ്ങളോ? ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്. നമ്മൾ കമ്പനി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ഭയങ്കര ഫ്രണ്ട്ലി ആണ് എല്ലാവരുമായിട്ട്. ഈ വർക്ക് ചെയ്യുന്ന ഹോട്ടലിൽ എങ്ങനെയാ ഇവര് തന്നെയാണോ അത് നമ്മുടെ ആൾക്കാരാണോ? ഇറ്റാലിയൻസ് ആണ്. അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാലോ അല്ലെ? അപ്പൊ വേറെ നമുക്ക് ഇവിടത്തെ കുറിച്ച് വേറെ എന്തെങ്കിലും ഇതിന്റെ ഇല്ല, നമുക്ക് ഇനിയിപ്പോ ഇവിടെ അടുത്ത് തന്നെ ഒരു കാസ്റ്റൽ സാൻ ആഞ്ചലോ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പിയാസ വെനീസിയ, അതൊക്കെ കൊളോസിയത്തിന്റെ ചേർന്ന് വരുന്ന അതെല്ലാം വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് ഉള്ളൂ. അതെ അല്ലെ? ഇവിടെ നമുക്ക് മറ്റേ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ഒന്നുമല്ലോ? എല്ലാം എല്ലാം പെയ്ഡ് ആണ്. പിന്നെ ഈ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും അതിന് ഇതും ഓരോ ഇയറിലും ഓരോ കൺട്രീസ് സ്പോൺസർ ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ ക്രിസ്മസ് ട്രീയും ഈ പുൽക്കൂടിന്റെ വീഡിയോ നമുക്ക് തൊട്ടെടുക്കാം. ആൾക്കാർ ഒത്തിരി നമുക്ക് കാണാൻ പറ്റില്ല, കുറെ നോക്കിയായിരുന്നു. പക്ഷെ ഈ ട്രീയും ഈ പുൽക്കൂട് നമുക്ക് ഓരോ ഓരോ കൺട്രീസിൽ റെപ്രസെന്റ് ചെയ്തിട്ടായിരിക്കും അവരായിരിക്കും ഇത് ചെയ്യണത് അല്ലെ? അപ്പൊ അവരുടെ മെയിൻ ആൾക്കാർ വന്നിട്ടായിരിക്കും കാര്യങ്ങളെല്ലാം ചെയ്യണത് അല്ലെ? അപ്പൊ ഇതാണ് ഏകദേശം വത്തിക്കാനെ കുറിച്ചുള്ള കാര്യങ്ങൾ. എന്തായാലും ആദ്യം വന്നുകൊണ്ടാണ് നമുക്ക് കാണാൻ ഒരു അവസരം കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് സ്പെഷ്യൽ താങ്ക്സ് ആണ് ആൽബിനോടും. പിന്നെ നമ്മുടെ മുഖാന്തരം നിങ്ങൾക്ക് എത്ര പേർക്ക് കാണും, ഒത്തിരി ആൾക്കാർക്ക് ഇത് കാണാൻ ഒരു അവസരം കിട്ടി. അതൊരു സന്തോഷം കൂടെ ഉണ്ട്. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ഇനിയുള്ള കാഴ്ചകൾ കാണാം. നമ്മുടെ ട്രിപ്പ് ഒന്നും കഴിഞ്ഞിട്ടില്ല. നമുക്കിന്ന് ന്യൂ ഇയർ പാർട്ടി ഉണ്ട്. അതിനകത്ത് നമുക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം നമ്മുടെ ഗസ്റ്റുകൾ ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പൊ നമ്മള് ആൽബം വന്നോണ്ട് പിന്നെ നമ്മൾ വത്തിക്കാനിലേക്ക് വന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ വിശേഷങ്ങൾ. അപ്പൊ ഇനിയും കാഴ്ചകൾ കാണാം.